ക്രെഡയുടെ പ്രോപ്പർട്ടി എക്സ്പോ ഈ ആഴ്ച കൊച്ചിയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പോ ആരാണ് മിസ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ക്രെഡയുടെ എക്സ്പോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 8-9 തീയതികളിലാണ്. അത് ഏകദേശം 24ഓളം ബിൽഡേഴ്സ്, അതായത് കേരളത്തിൽ കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള 24ഓളം ബിൽഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സ്പോയാണ്. അതിൽ 100-ൽ പരം പ്രോജക്ട്സ് നമ്മളവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. വില്ലാസ്, അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസസ് വാങ്ങിക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും അവിടെ വന്ന്, അതായത് ഒരേ പ്ലാറ്റ്ഫോമിൽ നമ്മളിത് കാണിക്കുന്നുണ്ട്. അവർക്ക് അവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാനും അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു നല്ല അവസരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റെറ രജിസ്റ്റേർഡ് എന്ന് നിങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട്. വാട്ട് എക്സാക്ട്ലി ഈസ് റെറ? റേറ എന്ന് പറയുന്നത് റേറ എന്നാണ് നമ്മൾ പറയുന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, അതാണ് റേറ. ഇത് വരുന്നത് 2020 നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ് റൂളാണെങ്കിലും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 2020 അത് ഇവിടെ നമ്മൾ ഏത് പ്രൊജക്റ്റും, അതായത് ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്യേണ്ട ഏത് പ്രൊജക്റ്റും ആ റേറയിൽ രജിസ്റ്റർ ചെയ്യാതെ അതിൻ്റെ സെയിൽ നടത്താനോ ഒരു പൈസ കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് റേറയുടെ റൂള്. അതുപോലെ തന്നെ റേറ വന്നതുകൊണ്ട് കസ്റ്റമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട് കൊടുക്കുന്ന ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് എസ്ക്രോ അക്കൗണ്ട്സ് ഉണ്ട്. 30% ഒരു ബിൽഡർക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, 70% വരുന്നത് എക്സ്പെൻസായിട്ട് പോകണം. അതുപോലെ ഇതിൻ്റെ ടൈം ഡിലേകൾ നേരത്തെ പ്രോജക്ട്സിന് വന്നുകൊണ്ടിരുന്നു. അതിപ്പം മോണിറ്റേർഡ് ആണ്. അതായത് ഏതെങ്കിലും രീതിയിൽ പറയുന്ന സമയത്ത് തീർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഹെവി പെനൽറ്റിയാണ് ബിൽഡേഴ്സ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ബിൽഡർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തുന്നതും റെഗുലേറ്ററി അതോറിറ്റിയാണ്. ഈ റെഗുലേറ്ററി അതോറിറ്റി ഉള്ളതുകൊണ്ട്, അതായത് അങ്ങനെ റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത പ്രോജക്ട്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടി ഷോയിൽ ഷോക്കേസ് ചെയ്യുന്നതും. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ട്രസ്റ്റോടുകൂടി വന്ന് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കുന്ന ഒരാൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇവൻ്റാണ് ഈ എക്സ്പോ അല്ലേ? തീർച്ചയായിട്ടും. അതായത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോജക്ട്സ്, ഏറ്റവും ലക്ഷറിയസ്, അത് ഏത് റേഞ്ചിലുള്ളതുകൊണ്ട്, അതായത് നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ളവർക്കും വലിയ ബഡ്ജറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ വന്ന് ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഷോയാണിത്. അത് ഏറ്റവും എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതുപോലെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. 8th 9th ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. അത് കൊച്ചി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവിധമായ സൗകര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് മെട്രോ ആയി, വാട്ടർ മെട്രോ ആയി, ഇൻഫോ പാർക്ക്, മറ്റെല്ലാ ഫെസിലിറ്റീസും 1 by 1 ആയിട്ട് വന്നിട്ട് ഇത് ഒരു ഡെവലപ്ഡ് സിറ്റിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡെവലപ്ഡ് സിറ്റിയിൽ, അതായത് ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഡെവലപ്ഡ് സിറ്റിയിൽ നിങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ, വീട് വേണമെങ്കിൽ, താമസിക്കണമെങ്കിൽ ഏറ്റവും പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിൽ താമസിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് ഒന്ന് കാണാനും സെലക്ട് ചെയ്യാനുള്ളത്. ഈ പ്രോപ്പർട്ടി എക്സ്പോയിൽ നിങ്ങളെല്ലാവരും വന്നിരിക്കണം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 8th 9th ഓഗസ്റ്റ്. കൊച്ചി സെറ്റാണ്. നിങ്ങളോ?